അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാചക കസർത്ത് കൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പറയുന്ന പ്രസ്താവനകളോ ഇല്ലോ കാര്യങ്ങൾക്കോ ഒന്നും മോദിയോ മറ്റു നേതാക്കളോ ഒന്നും മറുപടി പറയാറുമില്ല. അത് മാത്രവുമല്ല, ട്രംപ് രാവിലെ പറയുന്ന കാര്യമായിരിക്കില്ല ഒരുപക്ഷെ വൈകുന്നേരം പറയുന്നത്. അതുകൊണ്ട് തന്നെ വാക്കുകൾക്ക് ഒരു സ്ഥിരതയുമുള്ള നേതാവല്ല. പക്ഷേ ട്രംപ് എന്തൊക്കെ ഇന്ത്യയെ കുറിച്ച് പറയുന്നുണ്ടോ അതിനൊക്കെ കൃത്യമായി തന്നെ മറുപടി കാര്യങ്ങളിലൂടെ ആണ് മോദി മറുപടി നൽകാറുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു. ശ്രീ വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തി മടങ്ങുമ്പോൾ വ്ളാഡിമിർ പുടിൻ ഇവിടെ നടത്തിയ ചില പ്രസ്താവനകളാണ് ശ്രദ്ധേയമാകുന്നത്. അതിലൊന്ന്, ട്രംപ് അടിക്കടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൽ നിർത്തിയിരിക്കുന്നു, തന്റെ വാക്ക് കേട്ടിരിക്കുന്നു എന്നൊക്കെയാണ് ട്രംപ് തള്ളി മറിച്ചുകൊണ്ടിരുന്നത്. ട്രംപ് ഭക്തർ അത് ഇപ്പോഴും ആഘോഷമായും അലങ്കാരമായും കൊണ്ടു നടക്കാറുണ്ട്. എന്നാൽ പുടിൻ ഇന്ത്യയിൽ വന്ന് പറഞ്ഞത് ഇന്ത്യ വിശ്വസ്തരായ ഒരു പങ്കാളിയാണെന്നും അവർക്ക് എണ്ണ തങ്ങൾ അനസ്യൂതം നൽകും എന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല, തടസ്സങ്ങളെ മറികടന്ന് തങ്ങൾ എണ്ണ എത്തിക്കും എന്നാണ് പുടിൻ പറഞ്ഞിരിക്കുന്നത്. എണ്ണ, വാതകം, കൽക്കരി തുടങ്ങിയവ ഇന്ത്യക്ക് അനിവാര്യമാണ്, ഊർജ വികസനത്തിന് ആവശ്യവുമാണ്. അത് ഉറപ്പായും അതിന്റെ ആ വിതരണ ശൃംഖല ഉറപ്പായും തടസ്സമില്ലാതെയും എണ്ണ അടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ എത്തിക്കും എന്ന് പറയുമ്പോൾ ഇന്ത്യ നിലവിൽ എണ്ണ നിർത്തിയിട്ടില്ല. 2026 ജനുവരി വരെയുള്ള ഓർഡറുകൾ ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും എണ്ണ നിർത്തുന്നില്ല എന്നുള്ള കാര്യം ഇതിൽ ഉറപ്പായി. മറ്റൊന്ന്, എണ്ണ ഇവിടെ എത്തിക്കുന്ന ലോജിസ്റ്റിക്കും ഷിപ്പിംഗ് കരാറുകളിലും പുടിൻ ഒപ്പുവെക്കുകയുണ്ടായി. അതായത് അനസ്യൂതം റഷ്യയിൽ നിന്നും എണ്ണ ഇവിടേക്ക് എത്തിക്കും എന്ന് തന്നെയാണ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ട്രംപിനും ട്രംപ് ഭക്തരും ഇനി എന്ത് പറയുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.